ഏ കൃഷ്ണ. യശോദമ്മ ഉണ്ണിക്കണ്ണനെ കയറുകൊണ്ട് കെട്ടിയിട്ട കഥ അറിയാമോ? ഒരു ദിവസം തൻ്റെ ദാസികളെല്ലാം ഓരോ ജോലി ഏൽപ്പിച്ച ശേഷം യശോദമ്മ സ്വയം തൈര് കടയാൻ തുടങ്ങി. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടി വന്നു അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. അപ്പോൾ അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്ന പാൽ പതച്ചു മറിഞ്ഞു. ഇത് കണ്ട യശോദമ്മ കണ്ണനെ ബലമായി മാറ്റിയിരുത്തിയിട്ട് പാൽപാത്രം എടുക്കാൻ അങ്ങോട്ട് പോയി. ഇത് കണ്ട ഉണ്ണിക്കണ്ണൻ ദേഷ്യം വന്നു. അപ്പോൾ അവിടെയുള്ള ഒരമ്മിക്കല്ലെടുത്തിട്ട് അമ്മ കടഞ്ഞു വെച്ച തൈര് കലം എറിഞ്ഞു പൊട്ടിച്ചു. കലം പൊട്ടി തൈര് 4 വശവും തെറിച്ച്. അതിൽ നിന്ന് കിട്ടിയ വെണ്ണയും എടുത്ത് നക്കിക്കൊണ്ട് ഒന്നും അറിയാത്ത പോലെ മുറ്റത്തേക്ക് പോയി. അപ്പോൾ തിരിച്ചു വന്ന യശോദമ്മ പൊട്ടിയ തൈര് കലാണ് കണ്ടത്. അപ്പോൾ ദേഷ്യം വന്ന് യശോദമ്മ മുറ്റത്തേക്ക് വന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണനെ കണ്ടു. ഉണ്ണിക്കണ്ണന് മനസ്സിലായി അമ്മ നല്ല ദേഷ്യത്തിലാണ്. ഓടി വന്ന് എന്നെ പിടിക്കും, എനിക്ക് നല്ല അടിയും കിട്ടും, ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അവിടുന്ന് ഓടി. പിന്നാലെ യശോദമ്മ ഓടി. യശോദമ്മയ്ക്ക് ഓടിയിട്ട് കണ്ണനെ കിട്ടിയില്ല. അപ്പോൾ അമ്മയ്ക്ക് വയ്യാതായെന്ന് തോന്നിയപ്പോൾ കണ്ണൻ പിടികൊടുത്തു. അപ്പോൾ യശോദമ്മ കയറുകൊണ്ട് ഉണ്ണിക്കണ്ണനെ കെട്ടിയിടാൻ ശ്രമിക്കുക ഉരളിൽ. അപ്പോൾ കയറെത്തുന്നില്ല. അപ്പോഴാണ് ഗോപികമാർ വരുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ ഉണ്ണിക്കണ്ണൻ മഹാവികൃതിയാണെന്ന്, ഞങ്ങളിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഗോപികമാർ കയറെടുക്കാൻ പോയി. തൈര് കടയുമ്പോൾ കെട്ടിയിടുന്ന കയറുണ്ടല്ലോ, അത് കടഞ്ഞ് മിനുസാകുമ്പോൾ അത് മാറ്റി വെക്കും, എന്നിട്ട് പുതിയത് വയ്ക്കുക. അപ്പോൾ ഈ മാറ്റി വെച്ച കുറേ കയറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യശോദമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു ഗോപികമാർ. അപ്പോൾ യശോദമ്മയ്ക്ക് ആശ്വാസമായി. അമ്മയുടെ കിതപ്പൊക്കെ മാറി. കാരണം ഇനി ഓടണ്ടല്ലോ, കെട്ടിയിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ തീരുമാനിച്ചു, യശോദമ്മയ്ക്ക് കയറ് കൊണ്ടു കൊടുത്തതുപോലെ ഗുരുവായൂരപ്പനെ ആര് കയർ വഴിപാട് നടത്തിയാലും അവരുടെ ശ്വാസമുട്ട് കിതപ്പ് മാറ്റിക്കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഗുരുവായൂരിൽ ആര് കയർ വഴിപാട് നടത്തിയാലും അവരുടെ ശ്വാസകോശം സംബന്ധിച്ചുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുന്നത്. കയർ കൊടുക്കുന്ന സമയത്ത് കണ്ണന് യശോദമ്മയെ ഓർമ്മ വരും. യശോദമ്മ ഓടിച്ചതും കയർ കൊണ്ട് കെട്ടിയിട്ടതൊക്കെ ആ ഓർമ്മകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഭഗവാന് കയർ വഴിപാട് സമർപ്പിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ആശ്വാസം നൽകുന്നത്. യശോദമ്മ കയർ കൊണ്ട് അവസാനം കെട്ടിയിട്ടു. ഇനി ഇവിടെ നിൽക്ക് കുറച്ചു നേരം എന്ന് പറഞ്ഞ് യശോദമ്മ പോയി. അപ്പോൾ കണ്ണൻ ഉരളും വലിച്ച് മുന്നോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ അത് 2 മരങ്ങൾക്കിടയിൽ കുടുങ്ങി ഉരൾ. ശക്തിയിൽ കണ്ണൻ വലിച്ചു. അപ്പോൾ ആ 2 മരങ്ങളും താഴെ വീണ് അതിൽ നിന്ന് 2 ദേവന്മാർ പുറത്തേക്ക് വന്നു. അവർക്ക് ശാപമോക്ഷം ലഭിച്ചു. അവർ കുബേരൻ്റെ മക്കളായ നളകുബേരനും മണിഗ്രീവനുമാണ്.